ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. നമ്മൾ ഇന്നും അപ്കമിംഗ് വിശേഷമാണ് നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് കടക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ തുടർക്കഥയാണ്. പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അലീനയ്ക്ക് ഒരു വിവാഹാലോചനയൊക്കെ നടത്തുകയാണ് സ്റ്റാൻലി. ബാലചന്ദ്രമേനോൻ അലീനയെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വിവാഹാലോചനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ബാലചന്ദ്രമേനോൻ അത്രയ്ക്ക് സുഖിച്ചില്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ മനുവിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ, അവള് നിനക്കുള്ളതാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനിയിപ്പം മനുവിനോട് മാറ്റി പറയണം, തിരുത്തി പറയണം. മനു ഒരുപാട് പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അലീന ഒരുപാട് പ്രതീക്ഷയും മനുവിന് കൊടുത്തിട്ടുണ്ട്. കാരണം മനുവിനോട് ആ ഒരു സ്നേഹത്തിന്റെ രീതിയിൽ തന്നെയാണ് അലീന പെരുമാറിയിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും മനുവിന്റെ കാര്യം തന്നെ നമ്മുടെ സ്റ്റാൻലിയോട് തുറന്നു പറഞ്ഞപ്പോഴത്തേക്കും, ഇല്ല, എന്റെ കൊച്ചിനെ ഞാൻ അങ്ങോട്ടേക്ക് വിടത്തില്ല, ഒരിക്കലും വിടത്തില്ല. അതും അവളുള്ള വീട്ടിലേക്ക് ഒരിക്കലും എന്റെ കൊച്ചിനെ വിടാൻ പോകുന്നില്ല. ഇവളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും, നല്ലൊരു പയ്യന് വിവാഹം കഴിച്ചു കൊടുക്കും. അതും സത്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന ഒരു പയ്യന് തന്നെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഇവള് എനിക്കും എന്റെ ഭാര്യയ്ക്കും വിവാഹം കഴിഞ്ഞ് ഉണ്ടായ ഒരു പെണ്ണാണെന്നോ മോളാണെന്നോ ഒന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്റെ അഹിതത്തിൽ ഉണ്ടായ ഒരു പെൺകുട്ടി തന്നെയാണ്. അവളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവൾ ഇത്ര നാൾ അനാഥാലയത്തിലായിരുന്നു. A to Z വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാലചന്ദ്ര വിവാഹം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അല്ല, ഇവളുടെ ഫുൾ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുക്കാൻ പറ്റുമോ സ്റ്റാൻലി താങ്കളെ കൊണ്ട്? ഒരു കാര്യം ഓർക്കണം, ഇവൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജന്മം നൽകിയത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ അച്ഛനായിരിക്കാം. പക്ഷെ അതുപോലെ തന്നെ ഇവളുടെ അമ്മയ്ക്കും ഇവളെ കുറിച്ച് എന്താ പറയുക, ഇവളുടെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും അവകാശം എടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശമുണ്ട്. അപ്പൊ അത് നിങ്ങൾ നിഷേധിക്കുന്നത് പോലെ ആയി പോകില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും, അവളുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, അവളുടെ അമ്മയ്ക്ക് അറിയത്തില്ലെങ്കിലും അവളുടെ വേണ്ടപ്പെട്ടവരുണ്ട്. അവളുടെ അമ്മയുടെ ആങ്ങളമാരുണ്ട്. അതുപോലെ തന്നെ ഇവക്ക് സഹോദരങ്ങളുണ്ട്. അപ്പൊ പിന്നെ അവരോടൊക്കെ ചോദിച്ച് ആലോചിച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഫുൾ ഉത്തരവാദിത്വം മുഴുവൻ അലീനയുടെ അങ്ങോട്ട് നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങള് അങ്ങനെ വിട്ടു തരത്തില്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയാ, ചെറിയ രീതിയിലൊക്കെ വഴക്കുണ്ടാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി ഇതിൽ അലീന കയറി ഇടപെട്ടില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന്. അപ്പൊ അലീന പറഞ്ഞു, നിർത്ത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഇതിന്റെ പേരിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? ഇപ്പൊ എന്റെ പേരിലാണോ നിങ്ങൾ രണ്ടും കൂടി കിടന്ന് വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് എങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, പറ മോളെ, നിനക്ക് മനുവിന് ഇഷ്ടമാണെന്ന് അങ്ങ് പറ. നിനക്ക് മനുവിനെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്ന് പറ. നീ നിന്റെ പപ്പയോടല്ലേ തുറന്ന് പറ. അല്ലാതെ ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് പോയി കല്യാണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദമല്ലേ? മാത്രമല്ല, ഇനിയിപ്പം നിനക്ക് വിവാഹത്തിന് മനുവായിട്ടുള്ള വിവാഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ അലീന, നിനക്ക് അതും തുറന്നു പറയാം. കാരണം വേറൊന്നുമല്ല, അവൻ നിന്നെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമായിട്ട് നടക്കുന്നവനാണ്. പക്ഷെ നീ വിവാഹം കഴിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യാനോ അല്ലാതെ അവന്റെ ജീവിതം അവസാനിപ്പിക്കാനോ ഒന്നും അവൻ പോകുന്നില്ല. അവനും അത്യാവശ്യം അറിവും കാര്യങ്ങളും ആ ഒരു ബോധമൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ആദ്യം വിഷമമൊക്കെ കാണുമായിരിക്കും. അത് സഹിച്ചു പിടിച്ച് അവൻ നിന്നോളും. നിനക്ക് മനുവിനെ ഇഷ്ടമല്ല എങ്കിൽ, നിനക്ക് വേറെയാണ് താല്പര്യം എങ്കിൽ അത് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും, ഞാന് ഒരു താല്പര്യത്തിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലല്ലോ. എനിക്ക് എന്റെ അച്ഛനോടും പപ്പയോടും കൂടിയാ പറയാനുള്ളത്. ഞാനിപ്പം വിവാഹത്തെ കുറിച്ചേ ചിന്തിക്കുന്നില്ല. അല്ല, നിങ്ങൾ എന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാനായിട്ട് ഞാനിവിടെ മൂക്കിൽ പല്ലു വന്ന് നിൽക്കുമൊന്നും അല്ലല്ലോ. എനിക്ക് 10, 23, 24 വയസ്സായതല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പം തൽക്കാലം കല്യാണം വേണ്ട. നിങ്ങൾ ഈ കേസ് അങ്ങ് വിട്ടേരെ. നിങ്ങളിപ്പൊ കല്യാണത്തിനെ കുറിച്ച് പറയാതെ പ്ലീസ്, ഞാൻ കാല് പിടിച്ച് പറയാ, ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അത് അറുത്തു മുറിച്ച് കളയരുത് എന്ന് ബാലചന്ദ്രനോടും സ്റ്റാൻലിയോടും പറഞ്ഞു കേട്ടോ. ഏതായാലും സ്റ്റാൻലിക്ക് മനസ്സിലായി. സ്റ്റാൻലിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. മനുവിനോട് എന്തോ ഒരു ചെറിയൊരു ഇതുണ്ട് നമ്മുടെ അലീനയ്ക്ക് എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. പക്ഷെ സ്റ്റാൻലി പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിനക്കിപ്പോ വിവാഹം വേണ്ടെങ്കിൽ വേണ്ട, എന്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ വല്യപ്പച്ചന്റെ ആഗ്രഹം നിനക്കറിയാലോ. വല്യപ്പച്ചന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ഒരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം, നീ നല്ലതുപോലെ ജീവിക്കുന്ന കാണണം എന്നൊക്കെ നിന്റെ വല്യപ്പച്ചന്റെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനും പറഞ്ഞു, ഓക്കെ, മോളുടെ ഇഷ്ടം, മോക്കിപ്പോ വിവാഹം വേണ്ടെങ്കിൽ വേണ്ട, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. നിനക്ക് എപ്പോഴാണോ വിവാഹം വേണ്ടത്, അത് ആരെയാണോ വിവാഹം കഴിക്കേണ്ടത് അയാളെ നീ ചൂണ്ടിക്കാണിച്ചതാ, നിന്നെ വിവാഹം നടത്തി തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, അങ്ങനെ തോന്നുന്നവരെ ചൂണ്ടിക്കാണിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം നടത്തി തരാന്നൊക്കെ പറയുന്നത് അതത്രയ്ക്ക് ശരിയല്ലല്ലോ ബാലചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ അലീന പറയാ, എന്റെ പപ്പയെ ഒന്ന് നിർത്തുന്നുണ്ടോ? പപ്പ എത്രത്തോളം വലുതാണോ അതിലേറെ വലുത് തന്നെയാണ് എനിക്ക് എന്റെ അച്ഛൻ. കാരണം പപ്പ എനിക്ക് ജന്മം നൽകിയാണ് എന്റെ പപ്പയായതെങ്കിൽ
ഈ നിൽക്കുന്ന എന്റെ അച്ഛനുണ്ടല്ലോ, കർമ്മം കൊണ്ട് ആണ് എന്റെ പപ്പയായത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പപ്പയ്ക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നുണ്ട്. പപ്പ ഒരുപക്ഷെ അല്ല അച്ഛൻ ഒരുപക്ഷെ എന്നെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ എന്നെ ശത്രുവിനെ പോലെ കണ്ടിരുന്നെങ്കിൽ ഈ പപ്പയുടെ അടുത്ത് പോലും എനിക്ക് എത്താൻ കഴിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. ഒരു കടപ്പാട് മാത്രമല്ല എനിക്ക് എന്റെ അച്ഛനോടുള്ളത്. അച്ഛന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ജന്മം നൽകിയ അമ്മയും പപ്പയേക്കാളൊക്കെ ഒരു പടി എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ നിൽക്കുന്ന ബാലചന്ദ്ര മേനോനോടാണ്. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ മനുവേട്ടനെ ഇഷ്ടപ്പെട്ടതും മനുവേട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നതും ഒക്കെ അതുകൊണ്ടല്ല. എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. മനുവേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് മനുവേട്ടൻ എന്നെ ഒരു വേലക്കാരിയായിട്ട് കണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാനൊരു എന്താ പറയാ ഒരു അനാഥാലയത്തിൽ വളർന്നതിന്റെ ഒരു സഹതാപം ഒന്നും അല്ല. മനുവേട്ടൻ എന്നെ ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് മനുവേട്ടനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അതിപ്പം കല്യാണം കഴിക്കണം എന്നൊന്നും എനിക്കില്ല. കല്യാണം കഴിക്കണം അല്ലെങ്കിൽ പിന്നെ മനുവേട്ടനെ തന്നെ ഞാൻ കല്യാണം കഴിക്കൂ, മനുവേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാനൊന്നും അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് വിവാഹം തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ കുറച്ച് പൈസ എനിക്ക് നിങ്ങൾ കുറച്ച് പൈസ തന്നിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ചെറിയൊരു അനാഥ മന്ദിരം തുടങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിത്താ. ഞാൻ എന്റെ ബിർജിത്തമ്മയെ പോലെ ആ ഒരു അനാഥ മന്ദിരമൊക്കെ തുടങ്ങി അവിടുത്തെ അന്തേവാസികളോടൊക്കെ കൂടി ഇങ്ങനെ ജീവിച്ചോളാം, എനിക്ക് അതിനോടാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലായി. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നാളെ തന്നെ ഇവിടെ ഒരു അനാഥാലയം തുടങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് സ്റ്റാൻലിയും ആ ഒരു സംഭാഷണം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ അലീനയോടും സ്റ്റാൻലിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു നേരെ നെടുമ്പുരക്കിലേക്ക് പോവാണ്. അങ്ങനെ അലീനയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇനി ഒരു ദിവസം ഞാൻ വരാം, ഒരു ദിവസം ഞാൻ വരും, ഞാൻ ഇനി വരുമ്പോ ബബിതേനെയും രോഹിത്തിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ അവിടുന്ന് പോകുന്നത്. അപ്പം അലീന അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, ശരണേനെ ഇടയ്ക്ക് പോയി കാണാറുണ്ടോ, ശരണയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ സത്യം പറഞ്ഞ മോളെ ഞാൻ ആ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞു കേട്ടോ ബാലചന്ദ്രൻ. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു ഇനി മറക്കരുത്, പോയി കാണണം, എന്തെങ്കിലുമൊക്കെ അച്ഛന് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യണം, ഞാൻ അവളെ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്, ഞാനും ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരെയും കാണാനൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന യാത്രയൊക്കെയാണ്. ബാലചന്ദ്രൻ നേരെ പോവുകയാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയ ബാലചന്ദ്രൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ബാലചന്ദ്രൻ പോന്നിട്ട് ഒരു ദിവസമായി. അപ്പൊ ഈ ഒരു ദിവസം ബാലചന്ദ്രൻ എവിടെയായിരുന്നു? നമ്മുടെ വൈജയ്ക്ക് ഭയങ്കരമായിട്ടും സംശയങ്ങൾ തുടങ്ങുകയാണ്. അങ്ങനെ ബാലചന്ദ്രനോടുള്ള സംശയങ്ങൾ തീർക്കുന്നത് നമ്മുടെ രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണമോളോടും ഒക്കെ തന്നെയാണ്. ഇവരുടെ മെക്കിട്ട് കയറിയിട്ട് ദേഷ്യപ്പെട്ട് നിങ്ങളുടെ അച്ഛൻ എവിടെ പോയി കിടക്കുകയാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ അയാൾക്ക്, നിങ്ങൾ ഇങ്ങനെ തെണ്ടാൻ വിട്ടോ, തോന്നുന്ന സ്ഥലത്ത് പോയിട്ട് കയറി ഇറങ്ങി നടക്കുമല്ലേ അയാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ കിടന്ന് വഴക്കും പടയും തന്നെ. രോഹിത്ത് പറഞ്ഞ അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ, അച്ഛൻ എന്തെങ്കിലും കാണിക്കട്ടെ, അച്ഛൻ എവിടെയെങ്കിലും പോട്ടെ, പിന്നെ അച്ഛൻ എവിടെയും പോട്ടെ, വീട്ടിൽ കയറി ഇരുന്നാൽ മതി, അച്ഛൻ ഒരു ബിസിനസ്സാണ്, ഒരു ബിസിനസ്മാൻ അച്ഛന് പല പല മീറ്റിംഗ് കാണുന്ന ചിലപ്പം ഇതുപോലൊരു മീറ്റിങ്ങിന് പോയപ്പോഴാണല്ലോ കൊണ്ടുവന്നത് ഇങ്ങോട്ട് ഒരുത്തിനെ, ഇനി എത്ര എണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടെന്ന് അറിയാമെന്ന് ഇപ്പൊ അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. അമ്മയ്ക്ക് ലജ്ജയില്ലേ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അച്ഛൻ എന്താ തെറ്റാ ചെയ്തത്? അലീന ചേച്ചി എന്ന് പറയുന്ന ഒരാളെ ഇവിടെ കയറ്റി അലീന ചേച്ചിനെ നോക്കിയതാണോ അച്ഛൻ ചെയ്ത തെറ്റ്? നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിന്നോട് ആരാടാ അവളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്? അല്ലെങ്കിലും കണ്ട ആളുകളെല്ലാം അവള് കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ, നിന്നെ ജയിലിൽ നിന്ന് ഇറക്കിയത് അവളാണെന്നുള്ളൊരു വിചാരമുണ്ട്. അത് അങ്ങനെയൊന്നും അല്ല, എന്റെ പ്രാർത്ഥനയാടാ, ഞാൻ നൊന്ത് പ്രാർത്ഥിച്ചിട്ടാ, നൊന്ത പെറ്റ വയറിനെ അറിയത്തുള്ളൂ അതിന്റെ വിഷമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾ ഇത് കേട്ടോണ്ടിരിക്കും. കൃഷ്ണമോൾ പറഞ്ഞു നൊന്ത് പെറ്റ വയറിനെ ആ ഒരു വേദന അറിയായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ലായിരുന്നെന്ന്. ഇത് കേട്ടോ, എന്താടി നീ പറഞ്ഞത്? നീ എന്താ തർക്കുത്തരം പറയുന്നോ? നിന്റെ നാക്ക് എന്താടി? നീ ഇത്ര ഉള്ളെങ്കിൽ നിന്റെ നാക്ക് അങ്ങാണല്ലോ കിടക്കുന്നത്. അല്ലെങ്കിൽ നീ ഒറ്റ ഒരുത്തിയാണ് ഇവരെ എല്ലാരെയും കൂടെ മാറ്റി അവളുടെ മുമ്പിലിട്ട് കൊടുത്തത്. നീ അല്ലായിരുന്നോ ആദ്യം അവളുടെ കൂടെ നിന്നത്? ലാസ്റ്റ് ഇവളെ നീ മാറ്റിയെടുത്ത് ലാസ്റ്റ് അലീനയുടെ കൂടെ കൂടിയില്ലേ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നെ ഇവിടെ ഇട്ട് വട്ടാൻ ചുറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് എണ്ണി പറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയോട് സംസാരിക്കുന്നതിലും ഭേദമുണ്ടല്ലോ, എനിക്ക് വേറെ എന്തൊക്കെ ജോലിയുണ്ട്, ഞാൻ അത് വല്ലതും ചെയ്തോളാം, അല്ലെങ്കിലേ അമ്മ ഒരു കാര്യം ചെയ്യേ, അമ്മയ്ക്ക് അച്ഛന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൈതക്കിൽ പൊക്കോന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ദേഷ്യം ഇങ്ങനെ കൂടി വരിക. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത്. പിന്നെ ബാലചന്ദ്രൻ വന്നപ്പോഴേ അവിടുത്തെ കാലാവസ്ഥ അത്രയ്ക്ക് ശരിയല്ല, ആകെ മൊത്തം മറ്റേ കാർമേഘം മൂടി കിടക്കാന്ന് മനസ്സിലായി എല്ലാവരുടെയും മുഖവും ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം ബാലചന്ദ്രൻ ചോദിച്ചു എന്തു പറ്റി മക്കളെ, നിങ്ങൾക്ക് ഒരു അനക്കം ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത്രയും നേരം ഇവിടെ ഭയങ്കര അനക്കമായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് കുറച്ച് സൈലന്റ് ആയതാന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? നിങ്ങളുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചോ. പ്രശ്നം ഉണ്ടാക്കിയോന്നോ?
പ്രശ്നം ഉണ്ടാക്കിയാൽ സഹിക്കാം, ഇത് പ്രശ്നത്തിന് മേൽ ഊരാക്കുരു കൊണ്ടാക്കി വെച്ചേക്കല്ലേ, പിന്നെ എങ്ങനെയാണ് സമാധാനം തരത്തില്ല. അച്ഛൻ ഇവിടുന്ന് പോയപ്പോ മുതൽ തുടങ്ങിയതാ. അച്ഛൻ നമ്മയോട് പറഞ്ഞിട്ട് പോക്കൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പിന്നെ ഞാനെല്ലാം പറഞ്ഞ് അവളുടെ അടുത്ത് ഒപ്പിട്ടിട്ട് പോകാൻ പണ്ടത്തെ ബാലചന്ദ്രനല്ല ഞാന്. ഓ പിന്നെ അവളോട് പറഞ്ഞിട്ടും അവളെ ബോധിപ്പിച്ചിട്ടും വേണ്ട എനിക്കിപ്പോ അങ്ങോട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വൈജു ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, അതെന്താ നിങ്ങൾക്ക് എന്നെ ബോധിപ്പിച്ചിട്ട് പോയാൽ കുഴപ്പമിരിക്കുന്നത്? അല്ല, നിങ്ങൾ എന്നെ ലീഗലായിട്ട് ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴും നിങ്ങൾ എന്റെ ഭർത്താവും നിങ്ങളുടെ ഭാര്യ ഞാനും തന്നെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയാൽ എന്താ കുഴപ്പമെന്നാ ചോദിച്ചെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വൈജ വന്നപ്പോഴത്തേക്കും, നിർത്തടി, നീ എന്നോട് പറഞ്ഞിട്ടായിരുന്നോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞിട്ട് ആണോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞില്ലെന്നാ പറയുന്നത്? അതെ, ആ മൂദേവി എന്ന് പറയുന്ന അലീനെ വന്നിവിടെ മൊത്തം മാറ്റിമറിച്ചിട്ട് വെച്ചത് എന്റെ കുഴപ്പമാണോ? അല്ലല്ലോ. ആർക്കറിയാം, ഇങ്ങനെ ഒരു പോക്ക് പോയപ്പോഴല്ലേ അവളെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ ഏത് പോക്കിന്റെ കാര്യം ഈ പറയുന്നത്? ഞാൻ പോയതേ കൊളുത്തുപുഴയ്ക്ക് നിങ്ങൾ എന്തിനാ പോയത്? അതിപ്പോ എന്തിനാ ഏതിനാണെന്നൊന്നും നീ അറിയണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പെട്ടെന്ന് നമ്മുടെ കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, അതെന്താ അച്ഛന് പറഞ്ഞാ എന്താ? അലീന ചേച്ചിനെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ അച്ഛനെ മൂക്കി കയറ്റുമെന്ന് ചോദിച്ചു. അല്ല മോളെ, എന്നെ ആരും മൂക്കി കയറ്റാഞ്ഞിട്ടൊന്നും അല്ല, എന്നെ ആരും മൂക്കി കയറ്റുമെന്ന് പേടിച്ചിട്ടും അല്ല ഞാൻ പറയാത്തത്. വെറുതെ എന്തിനാ കണ്ട പട്ടികളോടെല്ലാം പോകുന്നതും വരുമ്പോഴും കുരയ്ക്കുമ്പം അതിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്? ഈ വാലാട്ടിപ്പട്ടികളും ഒക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. അതിപ്പോ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ പോകുന്ന പട്ടികളെല്ലാം കുരയ്ക്കുന്ന പട്ടികളെ നമ്മൾ എടുത്തിട്ട് നോക്കണ്ട ഒരു ആവശ്യമില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ പട്ടിയുടെ സ്ഥാനത്തല്ലേ കാണുന്നത്? അതെ, നിനക്ക് പട്ടിയുടെ വില പോലും ഞാൻ തരുന്നില്ല, പട്ടികൾ കൊണ്ടൊരു വില, നിനക്ക് ആ ഒരു വില പോലും ഞാൻ തരുന്നില്ല. ഞാൻ അലീനയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടം, ഞാൻ അലീനയെ കണ്ടു സംസാരിച്ചു, അതിനിപ്പോ നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ, ആഹാ, അപ്പം ബന്ധം പുതുക്കാൻ പോയതാണല്ലേ, അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പം പോരായിരുന്നല്ലോ, ഇപ്പം ബന്ധം പുതുക്കാൻ വേണ്ടി പോകുന്നു, നാളില്ലോ മക്കളും അതിന് കൂട്ടു നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രന് ദേഷ്യം വന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ പോയി കിടക്കാൻ നോക്ക് പിള്ളാരെ. ഇവള് പറയുന്നത് കേട്ടോണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ലജ്ജയായിപ്പോ. അതുപോലെയുള്ള വാക്കുകളുടെ ഇവളുടെ വായിന്ന് വീഴുന്നത് എനിക്കും എന്റെ മക്കൾക്കും അറിയാം. ഞാൻ അലീനെ എങ്ങനെയാ കാണുന്നതും കാണാതിരിക്കുന്നതെന്നും ഒക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അത് നിന്റെ അടുത്ത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ മക്കളെടുത്ത് ബോധിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ, മക്കളെ എടുത്ത് കയ്യിൽ വെച്ചേക്കുമല്ലേ, അവരെല്ലാത്തിനും കൂട്ടു നിൽക്കുമല്ലോ, ഒരു ദിവസം ഈ മക്കളും തിരിയും, നിങ്ങൾ ഓർത്തോ. പിന്നെ എന്റെ ഭർത്താവായിട്ടിരിക്കുന്ന കാലം അത്രയും നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല. എന്റെ ഭർത്താവാണെങ്കിൽ ഞാൻ എന്തു പറയുന്നോ അത് കേട്ടനുസരിച്ച് നിന്നോണെന്ന് പറഞ്ഞപ്പോ, നീ പറയുന്നത് കേട്ടനുസരിച്ച് ബാലചന്ദ്രൻ ജീവിക്കാനോ? അങ്ങനെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. നീ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. അല്ല, ഞാൻ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കാൻ നിനക്ക് മനസ്സില്ല എങ്കിൽ നീ ഇവിടെ കഴിഞ്ഞോ എന്ന് പറഞ്ഞതേ. അതെന്താ വന്നെന്ന് അറിയാമോ? ഞാന് നിനക്ക് തരുന്നൊരു എന്താ പറയാ ഔദാര്യം മാത്രമാണ് നിന്റെ ഈ ജീവിതം. എന്റെ മക്കളോടൊത്തുള്ള നീ ജീവിക്കാനുള്ളൊരു ജീവിതം ഔദാര്യമായിട്ട് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ ആരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഔദാര്യത്തിൽ കിടക്കുന്നവളല്ല, ഞാൻ ഇവിടെ ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒന്ന് ചെയ്തു നോക്കെന്ന് പറഞ്ഞു ബാലചന്ദ്രനെ വെല്ലുവിളിച്ച് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. ഏതായാലും ബാലചന്ദ്രൻ പിടിവിട്ട് നിൽക്കുകയാണ്. സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമോ നമ്മുടെ വൈജയുടെ മുമ്പിലൊന്നും അറിയില്ല, ഏതായാലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ മനു ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ്. അലീനയ്ക്ക് വേറെ വിവാഹം ആലോചിച്ചൊക്കെ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അലീനയെ ഇനിയിപ്പോ വിവാഹം കഴിക്കണമെങ്കിൽ നമ്മുടെ മനു ശിവശങ്കര മേനോനുമായിട്ട് സ്റ്റാൻലിയുടെ മുമ്പിൽ പെണ്ണ് ചോദിക്കാൻ പോയാലോ എന്നുള്ളൊരു രീതിയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മനുവെ. ഏതായാലും അത് ശിവശങ്കര മേനോട് പറയുന്നൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ഇതിന്റെ ബാക്കി കഥയുമായിട്ട് വരാം. അപ്പൊ നമ്മുടെ ഈ ചാനലിൽ ചെയ്യുന്നത് അപ്കമിങ് വിശേഷമാണ്. ഫുൾ വിശേഷവും ബ്രഹ്മവിശേഷവും ഒക്കെ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്താണ് ഇടുന്നത്. ഇത് റിയൽ സ്റ്റോറി ന്യൂ ആണ്. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്ത് ഒന്ന് ലൈക്കും ചെയ്ത് നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റിലൂടെ അറിയിക്കണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.